എന്തായാലും ഇയാൾ പിന്നീട് പല പല കമ്പനികൾ സ്ഥാപിച്ച് വന്നു. ഇതിനു മുമ്പ് തന്നെ അദ്ദേഹം റിമാൻഡിലായിരുന്നു. വക്കീലിന് 5 ലക്ഷം രൂപ കൊടുക്കാനുള്ള കാര്യത്തിൽ നേരത്തെ തന്നെ കേസുകളിൽ പെട്ടിട്ടുള്ള വണ്ടി ചെക്ക് കൊടുത്ത കേസുകളിലൊക്കെ പ്രതിയാണ്. ഇയാളാണ് പിന്നീട് വിവിധ CSIR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് NGOകളെ സംഘടിപ്പിച്ചുകൊണ്ട് കോൺഫെഡറേഷൻ ഉണ്ടാക്കി പല പല പേരുകളിൽ ട്രസ്റ്റും NGO ഒക്കെ തുടങ്ങിയിട്ടാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. തൃശ്ശൂരിൽ പാതിവില തട്ടിപ്പിൽ 1.5 കോടിയോളം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ജെയ്സൺ ചാമോളപ്പിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്കൂട്ടർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ വിവിധ ഭാഗങ്ങളിലായി നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വനിതകളടക്കം 48 പേരാണ് വടക്കാഞ്ചേരിയിൽ മാത്രം തട്ടിപ്പിനിരയായതെന്ന് നഗരസഭാ കൗൺസിലർ ബുഷ റഷീദ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. നമുക്ക് ആ പ്രതികരണം ഒന്ന് കേൾക്കാം. CSR തട്ടിപ്പിൻ്റെ വ്യാപ്തി ഏറുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിലും ഇത്തരമൊരു തട്ടിപ്പ് നടന്നു എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. പ്രധാനമായും സ്കൂട്ടറിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടന്നതെന്നാണ് പൊതുവെ ആരോപണം ഉയർന്നിരിക്കുന്നത്. ഇപ്പോൾ അതിൽ ഇവിടെ ഒരു സൊസൈറ്റി രൂപീകരിച്ച സൊസൈറ്റിയുടെ ചുമതലക്കാരിയും അതുപോലെ തന്നെ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലറുമായ ബുഷ റഷീദ് നമ്മോടൊപ്പമുണ്ട്. നിങ്ങൾ ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു? തൃശ്ശൂരിലെ DPM ലേഡിയാണ് എന്നെ വിളിച്ചു പറഞ്ഞു. ഞാൻ ഏകദേശം 2016 തൊട്ടിട്ട് സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. 2010 തൊട്ടിട്ട് ജനപ്രതിനിധിയാണ്. ആ ഒരു ബന്ധം വെച്ചിട്ട് എന്നോട് വിളിച്ച് അവർ പറഞ്ഞു ഇങ്ങനെ 50% സബ്സിഡിയോട് കൂടിയിട്ട് ഗുണഭോക്തൃ വിഹിതം 50%, 50% CSR ഫണ്ട് കൂടി ലഭ്യമാകും. സ്ത്രീകൾക്ക് അവരുടെ ഉന്നമനത്തിനും സാമ്പത്തികമായി അവരെ ശാക്തീകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റുകളാണ്. അത് സീഡ് മുഖേനയാണ് ലഭിക്കുക. സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സൊസൈറ്റി രൂപീകരിക്കണം. ആ രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് അതിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്ന ആളുകൾക്കേ കിട്ടൂ എന്നുള്ളത് അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ എവിടെ നിന്നാണ് ഇത് കിട്ടുക എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്മെൻറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രസ്റ്റ് മുഖേനയാണ് CSR ഫണ്ട് വെച്ചിട്ട് നമുക്ക് ഇത്തരം സാധനങ്ങളെല്ലാം തരിക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾക്ക് ഇത് പ്രവർത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. തൃശ്ശൂരിലെ നമ്മളുടെ എല്ലാ സൊസൈറ്റികളും അതായത് ക്ലബ്ബുകളും എല്ലാം രജിസ്റ്റർ ചെയ്യുന്ന സാഹിത്യ അക്കാദമിയുടെ അവിടുത്തെ ഓഫീസിൽ പോയിട്ടാണ് ഞങ്ങളുടെ സൊസൈറ്റി നിയമപരമായിട്ട് ബൈലോ പ്രകാരം പ്രവർത്തിച്ചു വരുന്നത്. 100-ൽ കൂടുതലുണ്ട്. അവർ തരുന്ന ഒരു സർക്കുലർ ഞങ്ങളുടെ ഗ്രൂപ്പ് മുഖേന 1,20,000 രൂപയാണ് ആകെ എമൗണ്ട്. അതിൽ 60,000 രൂപ ഗുണഭോക്തൃ വിഹിതം, 60,000 രൂപ നമ്മുടെ CSR ഫണ്ടും ലഭിക്കും. ഇപ്പോൾ ഈ പൈസ ഇപ്പോൾ 60,000 രൂപയാണ് നിങ്ങൾ ഏകദേശം 40-ന് മുകളിലുള്ള ആളുകൾ അടച്ചിരിക്കുന്നത്. ഇവർക്ക് ആർക്കും സ്കൂട്ടർ കിട്ടിയിട്ടില്ല. സ്കൂട്ടർ ആർക്കും കിട്ടിയിട്ടില്ല. അതായത് ഞങ്ങൾക്ക് 3 മാസം കഴിഞ്ഞാൽ അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ 3 മാസത്തിന് ശേഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന ആ അഗ്രിമെൻറ്റ് വെച്ചിട്ട് 3 മാസം ആവണോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞിട്ട് ട്രസ്റ്റിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ള അനന്തകൃഷ്ണനെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഞങ്ങളും ഈ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. ഇത് ആരും മുഖേനയാണ്? അതായത് അനന്തകൃഷ്ണൻ നിങ്ങളെ നേരിട്ട് സമീപിക്കുകയായിരുന്നു? അങ്ങനെ അനന്തകൃഷ്ണനല്ല, ഞങ്ങൾക്ക് DPM ആണ് ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടേക്കുന്നത്. ഇങ്ങനെ ഒരു ക്ലബ്ബല്ല ട്രസ്റ്റ് മുഖേന അങ്ങനെ CSR ഫണ്ട് മുഖേന കിട്ടും. താഴെ തട്ടിലുള്ള സ്ത്രീകൾക്ക് കൊടുക്കാൻ കഴിയും. 42ഓളം പേര് തട്ടിപ്പിനിരയായി. 48 പേര് തട്ടിപ്പിന്, അതിൽ ഞാനും ഉൾപ്പെടും. അടുത്ത സ്റ്റെപ്പ് ജനങ്ങൾക്ക് ഞങ്ങൾ പൈസ വാങ്ങി കൊടുക്കാൻ ഏതറ്റം വരെയായാലും ഞങ്ങൾ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമിക്കും. വടക്കാഞ്ചേരി ഭാഗത്ത് മാത്രം 48ഓളം പേർക്കാണ് സ്കൂട്ടറുമായി ബന്ധപ്പെട്ട തട്ടിപ്പിനിരയായിരിക്കുന്നത്. അവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തുടർ നടപടികൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. റിപ്പോർട്ടർ തൃശ്ശൂർ. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ തട്ടിപ്പ് വളരെ ആസൂത്രിതമായിട്ടും ബുദ്ധിപരമായിട്ടുമാണ് അനന്തു നടത്തിയത്. ട്രസ്റ്റിൻ്റെ പേരൊക്കെ പറയുക, കോൺഫെഡറേഷൻ എന്ന് പറയുക, ഉപഭോക്തൃ വിഹിതം എന്ന പദപ്രയോഗം നടത്തുക, അതൊക്കെ സാധാരണ നമ്മുടെ പഞ്ചായത്തിലൊക്കെ ഉപയോഗിക്കുന്ന പേരുകളാണല്ലോ. പ്രൊമോട്ടർമാരെയും ഈ അംഗൻവാടിയിലെ ഒക്കെ ജീവനക്കാരെയും ആശാവർക്കർമാരെയൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ വിശ്വാസ്യത ഉണ്ടാക്കി ഇയാൾ പറ്റിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ സ്ഥാപനങ്ങളിലേക്ക് ജീവനക്കാർ ഇതിനകത്ത് ഇടപെടുമ്പോൾ ആളുകൾ വിശ്വസിച്ചു പോകും അല്ലേ. എന്തായാലും 1.5 കോടി രൂപ തൃശ്ശൂരിനും നഷ്ടപ്പെട്ടിട്ടുണ്ട് ജെയ്സൺ. നമ്മൾ അറിഞ്ഞിടത്തോളം കൂടുതൽ പേര് ഒരുപക്ഷെ ഇനി പുറത്തു വരികയും ചെയ്തേക്കാം അല്ലേ ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. സത്യത്തിൽ ഈ സംഭവമായ നാം ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വാർത്തയല്ല സത്യത്തിൽ എനിക്ക് തോന്നിയത്. അതീവ ദയനീയമായ ഒരു അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും പാവപ്പെട്ടവർ ഒരു വീട്ടിൽ ഒരു വാട്ടർ ടാങ്ക് വെക്കാൻ
അല്ലെങ്കിൽ വീട്ടുപകരണങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൽ ഒരിക്കൽ ഒരു സ്കൂട്ടർ വാങ്ങിക്കണമെന്ന മോഹവുമായി നടക്കുന്ന വീട്ടമ്മമാർ. ഇപ്പോൾ ഈ ബുഷ്ര തന്നെ നമ്മളോട് ഇന്നലെ പറഞ്ഞത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മോഹമായിരുന്നു ഒരു സ്കൂട്ടർ വാങ്ങിക്കണമെന്ന്. ആ സ്കൂട്ടർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സൊസൈറ്റി, ഒരു കോർഡിനേറ്റർ ബന്ധപ്പെട്ടപ്പോൾ സൊസൈറ്റി രൂപീകരിച്ചു. ഈ ആഗ്രഹങ്ങളുള്ള, അതായത് വലിയ മോഹങ്ങളൊന്നും അല്ല, അത് ചെറിയൊരു സ്കൂട്ടർ വാങ്ങിക്കുക, 1,20,000 രൂപ വരെ സ്കൂട്ടർ ജീവിതത്തിൽ വാങ്ങിക്കണം എന്നൊരു മോഹം. ആ മോഹത്തിന് വേണ്ടി അവർ 60,000 രൂപ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആളുകളെ കൂട്ടി അവരെല്ലാവരെയും ഇതിൽ ചേർത്തു എന്നതാണ് സംഭവം. പക്ഷേ അത് അതീവ ദയനീയമായ അവസ്ഥയിലേക്ക് പോയി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ കണക്കുകൾ നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ നിലവിൽ ലഭിച്ച കണക്കുകൾ നമ്മുടെ കൈവശമുണ്ട്. വടക്കാഞ്ചേരിയിൽ 28,80,000 രൂപയുടെ സ്കൂട്ടറിൻ്റെ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്തിക്കാട് പഞ്ചായത്തിൽ 40 ലക്ഷത്തിനടുത്തുണ്ട്. അതിൽ വണ്ടിയുണ്ട്, ഹോം അപ്ലയൻസസ് ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, പുഴയ്ക്കൽ ഇതുപോലെ തന്നെ ഹോം അപ്ലയൻസസ് ഉണ്ട്, ഒല്ലൂക്കരയിൽ വണ്ടിയുണ്ട്. മറ്റൊരു കാര്യം, ഇതിന് വിശ്വാസ്യത ഉണ്ടാക്കുക എന്നതിന് വേണ്ടി അവർ ഉപയോഗിച്ച തന്ത്രം ജനപ്രതിനിധികളെ, പൊതുപ്രവർത്തകരൊക്കെ ഇതിലേക്ക് എടുക്കുക എന്ന്. ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിൻ്റെ കൗൺസിലറാണ് ബുഷ്ര എങ്കിൽ അന്തിക്കാട് CPMൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ഇതിലേക്ക് ചേർത്തു. നാം ഇവരെയൊക്കെ ബന്ധപ്പെടുമ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ തകർന്നു പോയിരിക്കുകയാണെന്ന് പറയുന്നത്. കാരണം അത്ര വലിയ കാര്യങ്ങൾക്കൊന്നും വേണ്ടിയല്ല, ജീവിതത്തിൽ കുടുംബത്തിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങൾ കിട്ടാൻ ചുരുങ്ങിയ പൈസ കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി സംഘടിക്കുകയും ഒന്നിക്കുകയും അതിനുവേണ്ടി പണം ശേഖരിക്കുകയും, പക്ഷേ 1 രൂപ പോലും ഈ സംഘാടകരുടെ, ഇപ്പോൾ ഈ ബുഷ്ര ഈ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് വടക്കാഞ്ചേരിയിൽ, അവർ അവിടുത്തെ കൗൺസിലറാണ്, മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. പക്ഷേ ഈ പൈസ മുഴുവൻ ഇവരുടെ അക്കൗണ്ടിലല്ല പോകുന്നത്, ഇയാളുടെ നേരിട്ട് അനന്തകൃഷ്ണൻ്റെ നേരിട്ടുള്ള അക്കൗണ്ടിലേക്ക് പോകുന്നത്. ഇവർക്ക് 1 രൂപയുടെ ഇടപാട് അതിനകത്തില്ല. ഇതുപോലെ തന്നെയാണ് അന്തിക്കാട്ടത്തെ CPMൻ്റെ ഒരു മെമ്പറെ നമ്മൾ സംബന്ധിച്ച് അയാൾ പറഞ്ഞത് ഞാൻ മാനസികമായിട്ട് തകർന്നു പോയിരിക്കുകയാണ്. കാരണം അവരുടെ വിശ്വാസത്തിൽ ആളുകളെ ചേർക്കുകയും ആ ചേർത്തവരുടെ ചെറിയ ചെറിയ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി ഉള്ള ഒരു മുന്നോട്ട് പോക്കിനിടയിലാണ് ഈ വലിയ കൊടും ചതി വന്നുപെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ആ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്, ഒരു സാമൂഹ്യ വിഷയമായി കൂടി ട്രീറ്റ് ചെയ്യപ്പെടണമെന്നതാണ് നമുക്ക് ഈ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നപ്പോൾ മനസ്സിലായ കാര്യം. സ്വാഭാവികമായിട്ട് കേസെടുക്കുമ്പോൾ ഈ പഞ്ചായത്ത് മെമ്പർമാരെയും അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിലർമാരെയും പേരിൽ കേസെടുക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തിയാൽ അത് വലിയൊരു സാമൂഹ്യ വിഷയമായി മാറാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇതിന്റെ തട്ടിപ്പിന്റെ ആഴം അതിശക്തമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിശക്തമാണെന്ന് മാത്രമല്ല അതിവിദഗ്ധമായ കൗശലത്തോടു കൂടിയാണ് ഈ അനന്തകൃഷ്ണൻ ഈ തട്ടിപ്പിന്റെ പ്ലാൻ തയ്യാറാക്കിയത്. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും, കോവിഡൊക്കെ കഴിയുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഇത്തരം ഫണ്ടുകൾ, CSR ഫണ്ടുകൾ ഉപയോഗിക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു. 1,535 കോടി രൂപയാണ് കഴിഞ്ഞ ഒരു വർഷം മാത്രം കേരളത്തിൽ വിവിധ ഏജൻസികൾ വഴി CSR ഫണ്ട് വിനിയോഗിച്ചത്. അപ്പോൾ ഈ സാധ്യത കൂടി മുൻപിൽ കണ്ടാണ് അനന്തകൃഷ്ണൻ വലിയ തട്ടിപ്പിന് വലയൊരുക്കിയത്. അതിൻ്റെ വലയിൽ കുടുങ്ങിപ്പോയവരുണ്ട്, ആ വലയിൽ പങ്കാളികളായവരുണ്ട്. BJPയുടെ മുതിർന്ന നേതാവ് AN രാധാകൃഷ്ണന്റെ പേര് ഇതുമായി ബന്ധപ്പെട്ട് കേട്ടത് നമ്മൾ ഞെട്ടിച്ചിരുന്നു. അതിൽ AN രാധാകൃഷ്ണൻ തന്റെ സൈൻ എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയെ ഈ സീഡ് സൊസൈറ്റിയുമായി ബന്ധിപ്പിച്ചിട്ട് ഈ ഓഫറിന്റെ കാര്യത്തിൽ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിലെ സ്ഥിരം സന്ദർശകനായിരുന്നു AN രാധാകൃഷ്ണൻ എന്ന് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞിരുന്നു. ലാലി വിൻസെന്റ് ഒരു കോൺഗ്രസ് നേതാവാണ്, അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ ആയിരുന്നു എന്നാണ് അവർ തന്നെ അവകാശപ്പെടുന്നത്. പക്ഷേ ഈ അനന്തകൃഷ്ണന്റെ ഫ്ളാറ്റിൽ തെളിവുകളൊക്കെ നശിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ ലാലി വിൻസെന്റിന്റെ മരുമകളാണ് കീ കൊണ്ട് കൊടുത്തത് എന്ന് കെയർടേക്കർ പറയുന്നുണ്ട്.